എവറസ്റ്റ് കൊടുമുടി മനുഷ്യന്റെ മുമ്പിൽ ഒരു വെല്ലുവിളി അല്ലാതായി തീർന്നിട്ട് 6 പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു. 1953 മെയ് 29-നാണ് ഡെസ്മണ്ട് ഹിലാരിയും ടെൻസിംഗ് നോർഗയും എവറസ്റ്റിനെ തങ്ങളുടെ കാൽക്കീഴിലാക്കിയത്. അന്നു തൊട്ടിന്നോളം മനുഷ്യരുടെ ഇച്ഛാശക്തി എവറസ്റ്റിനെ നിരന്തരം കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. ഹിലരിയുടെയും ടെൻസിംഗിന്റെയും ഹിമാലയൻ ദൌത്യത്തിന്റെ 60-ാം വാർഷികത്തിനും കുറെ അധികം പേരെത്തി ലോകത്തെ ഏറ്റവും വലിയ കൊടുമുടി തങ്ങളുടെ കാൽക്കീഴിലാക്കാൻ. അവരിൽ വികലാംഗർ മുതൽ പടുവൃദ്ധർ വരെ ഉണ്ടായിരുന്നു. മനുഷ്യനെ അമ്പരിപ്പിക്കുകയും പ്രതീക്ഷാ നിർഭരരാക്കുകയും ആവേശം കൊള്ളിക്കുകയും ചെയ്യുന്ന എവറസ്റ്റിന്റെ വെട്ടിത്തിളങ്ങുന്ന ഹിമസൗന്ദര്യം നിങ്ങൾക്കായി. മെയ് മാസമാണ് എവറസ്റ്റ് ആരോഹണത്തിന് ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥ. ഹിലാരിയുടെയും ടെൻസിംഗിന്റെയും കന്നിക്കയറ്റത്തിന്റെ വാർഷികം എല്ലാ വർഷവും ഇവിടെ അരങ്ങേറുന്നുണ്ട്. പർവ്വതാരോഹകരുടെ ഉത്സവമാണ് മെയ് മാസത്തിൽ നേപ്പാളിൽ നടക്കുന്നത്. രണ്ട് വഴികളാണ് എവറസ്റ്റിലേക്കുള്ളത്. ഒന്ന് നേപ്പാൾ വഴിയും മറ്റൊന്ന് ടിബറ്റ് വഴിയും. നേപ്പാൾ വഴിയുള്ള പാതയാണ് ഏറെ സുഗമം. സൗദി സ്വദേശിനിയായ റഹ മുഹറക്കിന്റെ വരവാണ് ഈ വർഷത്തെ ആദ്യ കൗതുകം. സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് പോലും നിഷിദ്ധമാക്കിയ സൗദി അറേബ്യയിൽ നിന്ന് വന്ന ഈ 25-കാരി എവറസ്റ്റ് കീഴടക്കിയത് ചരിത്രമായി. എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യ സൗദി വനിത. ഖത്തറിൽ നിന്നും ഫലസ്തീനിൽ നിന്നുമുള്ള ആദ്യ എവറസ്റ്റ് ആരോഹകരോടൊപ്പമാണ് റഹ എത്തിയത്. സൗദി വംശജയാണെങ്കിലും റഹ UAE-യിലാണ് താമസിക്കുന്നത്. എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ അറബ് വംശജയുമായി റഹ. عقلك يتعب، جسمك يتعب، فكان لازم أعود نفسي إني أقوي نفسي actually. فالحمد لله الفريق كان كلنا قريبين من بعض، كلنا مهتمين على بعض، فمرة مهم إن يكون الفريقين مع بعض. It's very important. ജപ്പാനിൽ നിന്നുള്ള ടൊമോക്കോ മിയൂറയാണ് മറ്റൊരു അത്ഭുതം. 80-കാരനായ ടൊമോക്കോ എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കൂടിയ മനുഷ്യനായി. 4 വട്ടം ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ ടൊമോക്കോ 2003-ലും 2008-ലും എവറസ്റ്റ് കീഴടക്കിയിട്ടുണ്ട്. 2008-ൽ 76-ാം വയസ്സിൽ എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കൂടിയയാൾ എന്ന ബഹുമതി സ്വന്തമാക്കിയിരുന്നു. സ്വന്തം റെക്കോർഡ് തന്നെയാണ് ടൊമോക്കോ ഇക്കുറി തിരുത്തിയത്. ഇരു കൈകളുമില്ലാത്ത 32-കാരൻ സുദർശൻ ഗൗതമാണ് എവറസ്റ്റ് കീഴടക്കാനെത്തിയ മറ്റൊരാൾ.
കനഡയിൽ ജീവിക്കുന്ന നേപ്പാൾ സ്വദേശിയായ ഗൗതമിന് ചെറുപ്പത്തിൽ പട്ടം പറത്തുന്നതിനിടെ വൈദ്യുതി കമ്പിയിൽ തട്ടിയാണ് ഇരു കൈകളും നഷ്ടമായത്. പക്ഷേ അതൊന്നും ഗൗതമിനെ എവറസ്റ്റ് കീഴടക്കുന്നതിൽ നിന്ന് തടഞ്ഞില്ല. ഇനിയാണ് ഏറ്റവും വലിയ അത്ഭുത കാഴ്ച. വലേറി റോസോവ് എന്ന 48-കാരനായ റഷ്യൻ വംശജൻ എവറസ്റ്റിന്റെ വടക്കേ ഭാഗത്തു നിന്ന് താഴേക്ക് ചാടി ചരിത്രം സൃഷ്ടിച്ചു. അതായത് സമുദ്രനിരപ്പിൽ നിന്ന് 7220 മീറ്റർ ഉയരത്തിൽ നിന്ന് എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പിലേക്കായിരുന്നു ആ ചാട്ടം. It was one of the difficult jump for me because of high altitude. My personal physical feeling not the perfect, of course, and I was a little bit nervous that vertical part at the beginning was short for this altitude. കൃത്രിമക്കാലുമായി എവറസ്റ്റ് കീഴടക്കാനെത്തിയ അരുണിമ സിൻഹയാണ് മറ്റൊരു ശ്രദ്ധാകേന്ദ്രം. ഇന്ത്യൻ ദേശീയ വോളിബോൾ താരം കൂടിയായ അരുണിമയെ 2011 ട്രെയിൻ യാത്രക്കിടയിൽ കൊള്ളക്കാർ പുറത്തേക്ക് വലിച്ചെറിയുകയായിരുന്നു. ഒരു കാൽ മുറിച്ചു നീക്കപ്പെട്ട ഇവർ കൃത്രിമക്കാലുമായാണ് എവറസ്റ്റ് കീഴടക്കാനെത്തിയത്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഭാര്യ സുബ്രത മുഖർജിയാണ് എവറസ്റ്റ് കീഴടക്കാൻ അരുണിമയെ സഹായിച്ചത്. वहाँ पहुँच के टॉप पे पहुँच के ये लग रहा था कि इतनी जोर से चिल्लाऊं कि सारी दुनिया को बता दूं कि हाँ आज मैं टॉप पे हूँ. ഇന്ത്യൻ ഇരട്ടകളും എവറസ്റ്റ് കീഴടക്കി ചരിത്രം കുറിച്ചു. देखिए, जैसे मैंने कहा, क्लाइंबिंग आसान नहीं है. उसके लिए हमारे जो कॉस्ट है बहुत एक्सपेंसिव है. तो अगर हमें स्पॉन्सर्स और फंडिंग मिलते हैं तो हम दुनिया के जो 7 कॉन्टिनेंट्स हैं उसमें 7 हाईएस्ट पीक्स हैं जो कि हम चढ़ना चाहते हैं. एवरेस्ट और किलिमंजारो हमने चढ़ चुका है. उसके अलावा हमारे 5 पीक्स और रहते हैं जो कि हम चाहते हैं हम वो चढ़ें. तो 7 समिट्स इज आवर नेक्स्ट गोल. 29-ാം തീയതി കാഠ്മണ്ഡുവിൽ വലിയ ആഘോഷമാണ് നടന്നത്. ടെൻസിംഗിന്റെയും ഹിലാരിയുടെയും നേട്ടത്തിന്റെ 60-ാം വാർഷികം കാഠ്മണ്ഡുവിൽ സമുചിതമായി ആഘോഷിച്ചു. Two men who came from a very humble being. One was a beekeeper from New Zealand, and one of the men, Tenzing Norgay Sherpa, who was born in the shadows of Everest. It is these two humble people who has opened the gates today to the tourism for Nepal. പശ്ചിമ ബംഗാളിലെ സിലിഗുരിയിലും ജയ്പാൽഗുരിയിലും ആഘോഷങ്ങളുണ്ടായി. ബ്രിട്ടനിൽ നടന്ന ആഘോഷത്തിൽ ഡെസ്മണ്ട് ഹിലാരിയുടെയും ടെൻസിംഗ് നോർഗയുടെയും മക്കളും എലിസബത്ത് രാജ്ഞിയും പങ്കെടുത്തു. I feel great, it feels really nice to see these big blown-up photographs of, the expedition, looking at the other team members and then looking at my father and Hillary. And just looking at one of these photographs, like this one here, the two of them sitting down, resting, just before they go for the push the next morning for the summit. I think a lot of the basics would be very similar, and that is that our two fathers went into the unknown. No one had gone there. We didn't know if humans could go there without wearing a pressure suit. Were they up to the climb? And it's not so much just the climb of Everest, but of course, it's very appealing, the whole business of a team trying to get to the top of a mountain. But it's that whole idea when someone has gone somewhere where no one has gone before, it basically opens the doors to everyone else. Whether you want to climb a mountain or go to the moon or start your own business, it sends a message that says, yes, you can.
മനുഷ്യന്റെ ദൃഢനിശ്ചയവും ഇച്ഛാശക്തിയും പരീക്ഷിക്കാൻ എവറസ്റ്റ് തല ഉയർത്തി നിൽക്കുകയാണ്, തന്റെ വെളുത്ത മഞ്ഞുവസ്ത്രവും അണിഞ്ഞ്. ടെൻസിംഗും ഹിലാരിയും അനുഭവിച്ചറിഞ്ഞ അതേ ഗാംഭീര്യത്തോടെ.